അതാ കൃപ അനുഭവിച്ച ദൈവമക്കൾക്ക് രാജാതി രാജാവും കർത്താതി കർത്താവുമായവൻ ഒരു കുഞ്ഞാടിനെ പോലെ സൗമ്യനായി നമ്മുടെ അരികിൽ ഇന്നുണ്ട്. അവന് കഴിവില്ലാഞ്ഞിട്ടല്ല, രാജ്യത്വമില്ലാഞ്ഞിട്ടല്ല, അധികാരമില്ലാഞ്ഞിട്ടല്ല. അവൻ ഗർജിക്കും. ആ ഗർജനത്തിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ ഉഗ്രപ്രതാപങ്ങൾക്ക് സാധിക്കില്ല. സകല മുഴങ്കാലും മടങ്ങുന്ന, സർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാൽ മടങ്ങുന്ന നസ്രായനെ കണ്ടിട്ട് യോഹന്നാൻ പറയാ, അറുക്കപ്പെട്ട ഒരു കുഞ്ഞാടിനെ ഞാൻ കണ്ടു. രക്തമൊലിപ്പിച്ച് ജയാളിയായി നിൽക്കുന്ന ഈ കുഞ്ഞാട് ഒരു കാര്യം തെളിയിക്കുക. എന്താണ് ഈ കുഞ്ഞാട് രക്തം ചൊല്ലി നിൽക്കുന്ന അറിയണ്ടേ? ലോകത്തിൽ ഇന്ന് വരെ ചെന്നായ്ക്കളുടെ മടയിലേക്ക് ഓടിക്കയറിയ ഒരാളും തിരിച്ചു വന്ന ചരിത്രമില്ല. പിച്ചി ചീന്തി കടിച്ചു പറിച്ച് മാംസം തിന്ന് അസ്ഥിയും കടിച്ചു പറിച്ച് കുടയുമ്പോൾ ചെന്നായ്ക്കളുടെ വറ്റത്തിലേക്ക് ഇരമ്പിക്കയറി ജയമെടുത്ത് വന്നവൻ ഒരാൾ മാത്രം. അവനെ ഇന്ന് രാത്രി ഉയർത്തിക്കൊണ്ട് ഞാൻ ദൈവമക്കളോടായി പറയുന്നു, ഒരനർത്ഥവും നിനക്ക് ഭവിക്കയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിലെടുക്കയില്ല. മരണത്തെ ജയിച്ചവൻ നമ്മോട് കൂടെയുണ്ട്. ഒന്നിനെയും ഭയമില്ലാത്ത രാജാതി രാജാവ് കർത്താതി കർത്താവുമാണ് അവൻ. പക്ഷേ സ്നേഹം കൊണ്ടവനിക്കവൻ കുഞ്ഞാടാണ്. ഹല്ലേലൂയ.